ഹായ് മക്കളെ, നമ്മൾ ട്രെയിനിലാണ് കേട്ടോ. ട്രെയിനിൽ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ പോണ സ്ഥലം അതാ മക്കളെ, നിങ്ങൾ കണ്ടോളി. ഒന്നും പറയണ്ട, പൈസ പറ്റിച്ചവൻ്റെ വീട്ടിലേക്കാണ് പോണത്. വീടിൻ്റെ അടുത്താണ്. നമ്മളൊരു പോസ്റ്റൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി എന്താണ് എഴുതി കുത്തി എല്ലാം കൂടി ഒരുപാട് ആൾക്കാരുണ്ട്, കുട്ടികളെ. അങ്ങനെ ആയിരക്കണക്ക് 350 കോടി ഉറുപ്പ്യാണ് ഇവൻ പറ്റിച്ചത്. അപ്പോൾ ഇവൻ്റെ 2-3 ഫോട്ടോ ഒക്കെ വെച്ച് കുറേ എല്ലാ പെണ്ണുങ്ങളും ഒരുപാട് പെണ്ണുങ്ങളാണ് മക്കളെ ഈ പാഹം പറ്റിക്കുന്നത്. ഉള്ള ആളുകളെ മുഴുവൻ പറ്റിക്കുന്ന പെണ്ണുങ്ങളെ. കാരണം പെണ്ണുങ്ങളുള്ള വീട്ടിലേക്ക് കയറി വരിക, കാര്യങ്ങൾ ചോദിക്കുക, നല്ല പൊന്നും പൈസയും എന്തിനാണ് കൗത്തിലിട്ടിക്കുന്നത് കാതിലിട്ടിക്കുന്നത്, ഇതിൻ്റെ ഇരട്ടിൻ്റെ ഇങ്ങൊക്കെ ഉണ്ടാക്കാലോ എന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഈ പരിപാടി തുടങ്ങുന്നത്. അങ്ങനെയാണ് വന്നത്. അപ്പോൾ കുറേ ചാനലുകാരൊക്കെ വന്ന് കുറേ സങ്കടമുള്ളവരും ഇതിൽ മരണപ്പെട്ട ആൾക്കാരുണ്ട്, വിഷമിച്ചിട്ട് തൂങ്ങി മരിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ട് മക്കളെ. കൊഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരുണ്ട്, വിഷമിച്ചിട്ട് മാനസികമായി തളർന്നു പോയ ആൾക്കാരുണ്ട്. കാരണം 25 ലക്ഷവും 20 ലക്ഷവും 15 ലക്ഷവും 10 ലക്ഷവും. അതുമാത്രമല്ല, സ്വർണ്ണം എന്ന് പറഞ്ഞാൽ 15 പവന് 10 പവന് 8 പവന് അങ്ങനെ സ്വർണ്ണമായിട്ട് കൂടെ. അന്ന് വലിയടുത്ത് വാങ്ങുമ്പോൾ 60,000 40,000 20,000 ഒക്കെ ഉള്ള സമയത്ത് 2-3 കൊല്ലമായിട്ടുള്ളൂ ഇവന് കള്ളത്തരം തുടങ്ങിയിട്ട്. ഇവൻ്റെ അച്ഛൻ്റെ അച്ഛനും ഒക്കെ സ്വർണ്ണത്തിൻ്റെ പരിപാടികൾ, ചെറിയ തട്ടാമ്പേടിയ പോലെ ഉണ്ടാവുമല്ലോ, ചെറിയ കാത് കുത്തി കൊടുക്കുക, കമ്മലുണ്ടാക്കി കൊടുക്കുക, ഒരു ഓടക്കോയിലും വെച്ച് കുറച്ച് ഉമിക്കരിയൊക്കെ ഇട്ടിട്ട് ഊതിയിട്ട് ഓരോ ആളുകൾക്ക് കമ്മലൊക്കെ ഉണ്ടാക്കുന്ന പണി കഴിഞ്ഞല്ലോ. അങ്ങനെ ചെറിയൊരു കുഞ്ഞി കടകളൊക്കെ ആയിട്ടാണ് ഇവർ മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെയാണ് ഇവൻ പറ്റിക്കാൻ ഇവൻ ഏട്ടനും അഞ്ചനും കൂടെ ഇറങ്ങി തീരുമാനിച്ച് ഒരുങ്ങിയതാണ് മക്കളെ. പറ്റിച്ച് പൈസ ഉണ്ടാക്കുകയെന്ന്. പാവങ്ങളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ട്. പാവങ്ങളെടുത്ത് ഉള്ളത് നല്ലോണം ഒരുക്കി കൂട്ടി വെക്കും. അത് എന്തെങ്കിലും കാട്ടിയാൽ അതിനെ ഒന്നിനും ഇരട്ടിയാക്കാലോ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടാണ് ഇവന് നമ്മളെ പറ്റിക്കാൻ മനക്കെട്ടത്. അങ്ങനെ പറ്റിപ്പോയി. പെണ്ണുങ്ങൾ ഒരുപാട് ആണുങ്ങളെക്കാളും കൂടുതൽ പറ്റി കിടക്കുന്നത് പെണ്ണുങ്ങളാണ് മക്കളെ. പെണ്ണുങ്ങൾ ആണുങ്ങൾ അറിയാതെ ഒരുപാട് ഭർത്താക്കന്മാരറിയാതെ ഇപ്പോൾ സ്വർണ്ണം കഴിച്ചിട്ട് സ്വർണ്ണം ഇവൻ തൂക്കി വാങ്ങല. ഇവൻ തൂക്കുന്ന ത്ലാസും കൊണ്ടിട്ടാണല്ലോ ഓരോരോ വീട്ടിലേക്കും ചെല്ലുന്നത്. സ്വർണ്ണം തൂക്കി നോക്കി ഇത്രയൊക്കെ പൈസക്ക് നിങ്ങൾക്ക് ഉണ്ട്, ഇതിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടിങ്ങൾക്ക് ഡെയിലി വരും. കാരണം 5 ഞാൻ ചുരുക്കി പറയാം, 3 ലക്ഷം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 900 ഉറുപ്പ്യ, 1 ലക്ഷത്തിന് 900 ഉറുപ്പ്യ വെച്ചിട്ട് 3 ലക്ഷത്തിന് 2700 ഉറുപ്പ്യ ദിവസം വരും. ആരാണ് ആഗ്രഹിക്കുക മക്കളെ? ഏതില്ലാത്തവരും നുള്ളിപ്പെറുക്കി കാതലത്തും കൈമത്തും കൊടുക്കും. കാരണം വിവരമില്ലാത്തവരാണ് ഇതൊക്കെ പെട്ടിക്കണ 3/4 ഭാഗവും. കാരണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത് പറഞ്ഞ ഞാനും ഒന്നും പറയണ്ടാക്കളെ. വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. വിവരമില്ല എന്ന് പറഞ്ഞത് ഞാൻ നമ്മളെ വിവരക്കേട് നമ്മൾ ചെയ്തതിനെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ റോഡ് സൈഡിനാണ് അവൻ്റെ വീട്. നല്ല വീട്, ഒന്നുമില്ലാത്ത ചെറിയ കുഞ്ഞ് വീട്. അതിനുള്ള മക്കളെ കഷ്ടപ്പെട്ട ടീങ്ങളാണ്. ഒരു തട്ടാമ്പീടിയ പോലെ ഉണ്ടായി കാതും കുത്തി ജീവിച്ച് പോണ ടീമാണല്ലോ. ആളെ പറ്റിച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? ഇവിടെ ലോട്ടറി അടിച്ചിരിക്കുന്നത്, ഗൾഫിൻ്റെ ലോട്ടറി അടിച്ചിരിക്കുന്നത്. ഗൾഫിലുള്ള ലോട്ടറി എന്ന് പറഞ്ഞാൽ കോടികളാണ് ഉണ്ടാവുക. ആ ലോട്ടറി അടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഡംബര കാറ്, ഒരു ഓട്ടോറിക്ഷ കയറി പോണ ടീം കഴിഞ്ഞാലോ. 10 പൈസക്ക് കഴിവില്ലാത്ത ടീങ്ങൾ, ഇനി ഒന്നിനും ഇല്ലാത്ത ആൾക്കാർ തന്നെ അന്തം വിട്ടപ്പോൾ എല്ലാവരും ചോദിച്ചാലോ അവരോട്, എന്താ നിങ്ങൾക്ക് എങ്ങനെ ഇത്ര വരുമാനം എങ്ങനെ ആയി എന്നൊക്കെ ചോദിച്ചപ്പോൾ വീടൊക്കെ പൊളിക്കലും നന്നാക്കലും, റോഡ് സൈഡിൽ നിന്ന് സ്ഥലം വാങ്ങി വീടുണ്ടാക്കലും പോക കണ്ടപ്പോൾ ആൾക്കാർക്ക് ചോദിച്ചപ്പോൾ ആൾക്കാരോട് എന്താണല്ലോ ഇവർ പറഞ്ഞത്? ഇവർ പറഞ്ഞ് പരത്തിയത് കോടികൾ കിട്ടി, എന്താണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്, ഗൾഫിൻ്റെ ലോട്ടറി അടിച്ചെന്നൊക്കെയാണല്ലോ പറയുന്നത് മക്കളെ. നമുക്കറിയില്ലല്ലോ, ഒരു പറയുന്നതല്ല. നമുക്ക് നാട്ടുകാരും കുറേ ആളുകൾ അവിടെ ഉള്ളവർ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് കേട്ട് എന്ത് പറയാനാണ്. എല്ലാ കള്ളത്തരത്തിനും അവൻ്റെ അമ്മ കൂട്ടാണ്. എവിടെ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ അമ്മ വേസ്റ്റിയും മുണ്ടും പിന്നെ കേരള സാരി ഉടുത്തിട്ട് മുല്ലപ്പൂവും വെച്ചിട്ട് അതിന് തീ കൊളുത്താനായിട്ട് ഈ അമ്മനോ കൊണ്ടുപോയി മുന്നിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് വെക്കും. അമ്മനാണ് മുന്നിലേക്ക്. അങ്ങനെ നമ്മൾ പറഞ്ഞ വീടിൻ്റെ മുമ്പിലേക്ക് വന്ന് ബസ്സൊക്കെ പോകണ്ടാക്കള, ബസ്സിനൊക്കെ ബ്ലോക്കാണ്, അതൊന്ന് മാറ്റി കൊടുത്തേക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ട് വിചാരിച്ചിട്ട് ബസ്സുകാർക്കും യാത്രക്കാർക്കൊക്കെ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ബസ്സൊക്കെ മാറിക്കൊടുത്ത് നമ്മൾ ബസ്സിനൊക്കെ മാറിക്കൊടുത്ത് നമ്മൾ മക്കളെങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയണ്ട. അവൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തിയാലേ ഉള്ളൂ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് തീരുമാനിച്ച് നമ്മൾ ഉറപ്പിച്ച് ഇറങ്ങി പോകുന്നതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ മക്കളിതിൽ. കാരണം പല കാര്യങ്ങളും നിർത്തി മാറ്റി വെച്ചിട്ടൊക്കെ വന്നല്ലോ. ഹോസ്പിറ്റലിൽ പോകണവരും സുഖമായിട്ടുള്ളവരും വിഷമങ്ങളും പ്രയാസങ്ങളും. അവൻ്റെ വീട് കണ്ടെങ്കിൽ ഒന്നുമില്ലാത്തൊരു ചെറിയൊരു കുഞ്ഞ് വീടെല്ലാം കൂടി പൊളിച്ചിട്ട് അവന് ഏതൊക്കെ കോലത്തിലാണ് ആക്കിയതെന്നറിയാം. അത് കണ്ടിട്ടാണ് നാട്ടുകാർ ചോദിച്ചത് എനിക്ക് എന്താ ഇത്രയും പൈസ എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് ലോട്ടറി അടിച്ചതാണെന്ന്. എനിക്ക് ലോട്ടറി തന്നെയല്ലേ, പാവപ്പെട്ടവരെ പൈസ പിടിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവൻ്റെ ലോട്ടറി തന്നെയല്ലേ മക്കളത്. പെരും ലോട്ടറിയാണ് എനിക്ക് അടിച്ചത്. അതിലോ രക്ഷപ്പെട്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിക്കുന്നു മക്കളെ. അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ആഡംബര കാറുകളാണ് ഉള്ളത്. അങ്ങനെയൊക്കെയാണ് മക്കളെ. ഗേറ്റൊക്കെ നല്ലോണം പൂട്ടി അടിപൊളിയാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇത്രയും ആൾക്കാരുള്ളത്. ഒരുപാട് ആൾക്കാർ അപ്പുറത്തുണ്ട്. ഒരുപാട് ഹോട്ടലിലേക്ക് പോയിക്കിന് ഭക്ഷണം കഴിക്കാൻ. തിന്നാത്തവരൊക്കെ ഉണ്ട് ട്രെയിനിലൊക്കെ കയറി വന്നോലും മക്കളെ. പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പുറമുള്ളവരും ഇപ്പുറമുള്ളവരൊക്കെ പിന്നെയാണ് കഥകൾ അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ചപ്പോൾ ബസ്സും കാറും ഒക്കെ നിർത്തിയിട്ട് എല്ലാവരും ചോദിക്കാനും തുടങ്ങി. തന്നെ ഞങ്ങളോടൊക്കെ പറഞ്ഞത് ലോട്ടറി അടിച്ചെന്നാണല്ലോ,
ഓനിക്ക് ലോട്ടറിനാണെന്ന് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ വന്നപ്പോൾ നമ്മളിങ്ങനെ നിൽക്കാമെന്നല്ലാതെ ആ വീട്ടിനുള്ളിൽ ആളുണ്ടെന്ന് അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരൊക്കെ പറഞ്ഞ് അവിടെ ആളില്ല എന്ന് വെറുതെ പറയണം. അവിടെ വീട്ടിനുള്ളിൽ ആളുണ്ടെന്ന്. വീട്ടിനുള്ളിലോ യാതൊരു ഒച്ചയും ബഹളവും ഒന്നുമില്ല. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് വീട്ടിനുള്ളിലേക്ക് നിങ്ങൾ കയറണ്ട, കാരണം ഓരെന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് അടിച്ചോ പൊളിച്ചോ ചെയ്ത് കഴിഞ്ഞാൽ അതും കുറ്റം ഞമ്മക്കായിരിക്കും. അപ്പോൾ കേസ് അതിന് വേറെ വഴിക്ക് തിരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് അനുകൂലങ്ങളായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതേമാതിരി നിന്നോളി എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കണ്ടേ മക്കളെ കാലും കൈയൊക്കെ കുഴഞ്ഞിരുന്ന് നിലത്തിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എത്തിക്കണം. നമുക്ക് കസാല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വാങ്ങണം, കാരണം ഇവിടെ നിന്ന് നീ വിചാരിക്കേണ്ട, നിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് കുറേ സമയം ഞങ്ങൾ ഇരുന്നിട്ട് മടങ്ങിപ്പോയിക്കോളൂ. നിൻ്റെ അമ്മയും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും എ സിയും ലൈറ്റും ഒക്കെ ഇട്ട് ഇരുന്ന് ജനാലിനുള്ളിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് നോക്കി അവർ പോയോ എന്നുള്ള നോട്ടം ഇനി നോക്കണ്ട. ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇരുന്ന് പൈസ മേടിക്കുന്നവരെ, ഞങ്ങൾ ഇതിന് നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തയ്യാറായതാ. നീ ഇരിക്കുന്ന പോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ വീടും കുടുംബവും കൂട്ടുകളുള്ള ആളുകൾ തന്നെയാണ്. ഇതേമാതിരി കസാല ഇട്ടിട്ട് ഈ വെയിലത്തും മഴയത്തും വന്ന് ഇരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം ഞങ്ങളെ കഷ്ടപ്പെട്ട പൈസ നീ മേടിച്ച് വെച്ചിട്ട് നീ ആഡംബര ജീവിതം ജീവിച്ച് അതിനനുസരിച്ചുള്ള വീടുകളും നന്നാക്കി നിൻ്റെ ഭാര്യനെയും അമ്മനെയും നിൻ്റെ മക്കളെയും നീ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കണക്ക് നിന്നെ കൊണ്ട് പറയിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് അടങ്ങുള്ളൂ. ഞങ്ങളെ പൈസ ഇതിനിടയ്ക്ക് പോലീസുകാർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. പോലീസുകാർ അതിൻ്റെ ഉള്ളിൽ പോയി അവിടെയൊക്കെ തിരിഞ്ഞു നോക്കി തിരിച്ചു വന്നിട്ട് പോലീസുകാർ പറഞ്ഞ് വീട്ടിൽ ആരുമില്ല, വീടിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടിങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഒരാളില്ല. ഇല്ല, കുറേ സമയം കഴിഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞ് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയില്ല. എന്തായാലും വേണ്ടില്ല, ഞങ്ങൾ ഇവിടുന്ന് ഒരിക്കലും പോവാൻ തയ്യാറല്ല. നീ വിചാരിക്കേണ്ട, നിൻ്റെ അമ്മയും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് സുഖാസത്തിൽ ജീവിക്കും. കാരണം എല്ലാ സൗകര്യങ്ങളും നീ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. എന്നാലും ഇനി നീ രാകേഷെ ഒരുങ്ങിക്കോ. ഞങ്ങളെ പൈസ തരാതെ നിന്നെ ഒരിക്കലും ഞങ്ങൾ സമാധാനത്തോടെ ഉറങ്ങാൻ സമ്മതിക്കൂല. ഞങ്ങളെ പൈസ തരണം. ഉള്ള പൈസ നീ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി പാവപ്പെട്ടവരെ പൈസ പിരിച്ച് പറിച്ചതിനെ കൊണ്ട് നിനക്ക് വാരി വലിച്ചിട്ട് ആളുകൾക്കൊക്കെ കൊടുത്ത് എറിയുക. കാരണം എന്താ പറയുക, നിനക്ക് ആഡംബര ജീവിതം ജീവിക്കുക, അങ്ങനത്തെ റിസോർട്ടുകളിൽ പോവാം. കാരണം നിനക്ക് ജീവിതം ആഡംബരം കൂടിയതിനെ കൊണ്ട് ആരാൻ്റെ പൈസ കൊണ്ടാണ് നീ ജീവിക്കുന്നത്. നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുകയാണ്, നീ ഒരിക്കലും ഇത് ചെയ്യൂല. അപ്പം നിനക്ക് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാനുള്ള പണി നമ്മൾ പറഞ്ഞു തരാം. കാരണം ഞങ്ങൾ ഇവിടുന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. അതുകൊണ്ട് ഒരിക്കലും നീ വിഷമിക്കേണ്ട, ബേജാറാവണ്ട. നിൻ്റെ അമ്മയും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തുമുണ്ട്. അത് നീ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ നിൻ്റെ അമ്മക്കും ഭാര്യക്കും നിൻ്റെ കുട്ടികൾക്കും ഒരു പ്രൊട്ടക്ഷനായിട്ട് ഞങ്ങൾ ഇവിടെ പുറത്തുണ്ട്. മനസ്സിലായോ? കാരണം ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോകില്ല രാകേഷേ, നീ അത് വിചാരിക്കേണ്ട. നീ ഒരുപാട് ഏജൻറ്റുമാരെ കള്ളത്തരത്തിൽ പറഞ്ഞ് പറ്റിച്ച് ഏജൻറ്റുമാരോട് പല രീതിയിലും കളവും പറഞ്ഞ് ചതിയും പറഞ്ഞിട്ട് അവരെ കൊണ്ട് പൈസ മേടിപ്പിച്ച് അവർക്കും ഇതിന്നൊരു ലാഭം കിട്ടി. ആ ലാഭം കിട്ടിയതുകൊണ്ട് അവർ കൂടുതൽ ആളുകളെ ഇതിലേക്ക് ചേർത്താനും നോക്കി. കാരണം അവരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതേ മുങ്ങിപ്പോവും, നിങ്ങളിങ്ങനെ പറ്റിച്ച് അവരെ പോകുമെന്ന് അവരും വിചാരിച്ചിട്ടുണ്ടാവില്ല. അവരൊരു ജോലിയായിട്ട് അവരും ഏറ്റെടുത്ത് അതിന് പാവപ്പെട്ടവരെ പൈസ വാങ്ങാനും മുൻഗണനയിലും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരും ഇതൊക്കെ എല്ലാവരും കൊണ്ട് 1 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും ഒരു വരുമാനമായല്ലോ എന്ന് വിചാരിച്ച് അവരും എല്ലാ ആളുകളെ കൊണ്ടും പൈസ വാങ്ങിക്കാനും വാങ്ങിപ്പിക്കാനും പോവാനും വരാനും സൗകര്യങ്ങൾ ഓലിക്കും കിട്ടി. ഒരു ജീവിതമാർഗ്ഗം ഓലും കണ്ട് ഇതിൽ കൂടെ പാവപ്പെട്ടവരെ തിന്നിട്ട് നാളെ പിറ്റേന്ന് ഈ ഏജൻറ്റുമാരും അറിഞ്ഞില്ല നമ്മളും ഇതിൽ കുടുങ്ങാൻ പോവുകയാണെന്നുള്ള ഏജൻറ്റുമാർക്കും അറിയില്ല. ഏജൻറ്റുമാർക്കും അറിയില്ല ഇവർ എവിടെയുള്ള ആൾക്കാരാണെന്ന്. ഓടി ഒരു നേരത്ത് വന്നിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചാടി വീണ് ഓരാണ് ഞങ്ങൾ ഇതിലേക്ക് കുടുക്കിയത്. പക്ഷെ ആ ഒരു സങ്കടവും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി ഞങ്ങളെ കൂടെ ഈ ഏജൻറ്റുമാരൊക്കെ കുറേ ഉണ്ട്. അവർക്കും ഇത് മനസ്സിലായത് പിന്നീടാണ്. അപ്പോൾ അതുകൊണ്ട് അവരും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ഈ എന്താ ഇപ്പം ബർത്ത്ഡേ ഒക്കെ കഴിക്കുന്നത്? ഭയങ്കര റിസോർട്ടിലും തോണിയിലും കപ്പലിലൊക്കെ റിസോർട്ടിലൊക്കെ ഇങ്ങനെ ആഡംബരമായിട്ടുള്ള കേക്ക് മുറിക്കലും ഒരു മിഠായി തിന്നാൻ കഴിവില്ലാത്ത ഈ ഇപ്പോൾ കേക്കൊക്കെ മുറിക്കുമ്പോൾ മുറിക്കുന്ന കത്തി സ്വർണത്തിൻ്റെ കത്തി ആരാൻ്റെ പൈസ നാക്കി തിന്നിട്ട് എന്താണോ എനിക്ക് കിട്ടാനുള്ളത്. അതുകൊണ്ട് എന്നെ നമ്മൾ ഒരിക്കലും വിടില്ല. നമ്മളെ പൈസ കിട്ടണവരെ എൻ്റെ കൂടെ നമ്മളുണ്ടാവും. കസവര തുണിയും ലംഘണ കുപ്പായും മിന്നണ തിളങ്ങണ കുപ്പായും ബടി പോലത്തെ സാരിയൊക്കെ കൊടുത്തിട്ട് അമ്മയും മോനും കൂടി ഒരുങ്ങി ഇറങ്ങിയതാ.